ഹായ് മൈ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീർ ഷാ. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു നല്ല മ്യൂച്വൽ ഫണ്ടാണ് ICICI Prudential Nifty 200 വാല്യൂ 30 ഇൻഡെക്സ് ഫണ്ട്. ഇത് നമ്മൾ മറ്റ് ധാരാളം ഫണ്ടുകൾ ഇപ്പോഴും NFO അവൈലബിൾ ആണ്. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഫണ്ടുകൾ മാത്രമാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഫണ്ടുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കാരണം it is for the benefit for myself as well as to my friend. ഈ ഫണ്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം ICICI is the second largest AMC in India. You can say that the first and biggest agency AMC is SBI, then ICICI. Okay. So what is the details of this fund? Let us discuss. ICICI Prudential Nifty 200 വാല്യൂ 30 ഇൻഡെക്സ് ഫണ്ട്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദ ഓപ്പറേഷൻ ഗോസ് ടു ലാർജ് ക്യാപ് ആൻഡ് മിഡ് ക്യാപ് കമ്പനീസ്. ലാർജ് ക്യാപ് എന്ന് പറയുന്നത് ഫസ്റ്റ് 200 കമ്പനീസ് ആണ്. മിഡ് ക്യാപ് എന്ന് പറയുന്നത് നെക്സ്റ്റ് 150 കമ്പനീസ് ആണ്. അതായത് അറൌണ്ട് 250 കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ ദേ ആർ കൺസിഡറിങ് 200 കമ്പനീസ് ഫ്രം ദ ഇൻഡെക്സ്. ഇതിൽ തന്നെ മിഡ് ക്യാപ്പിലെ 2/3 ഓഫ് ദ കമ്പനീസ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഭാഗമാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റ്. ഇതിൽ ഇവർ കൂടുതൽ നിക്ഷേപം നടത്താൻ പോകുന്നത് പിന്നെ ഫിനാൻഷ്യൽ സെക്ടർ, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, ഇത്തരം കമ്പനികളിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. സോ ഏതായിരിക്കും ആ കമ്പനി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി മോസ്റ്റ്ലി മേജർ ബാങ്ക്സ് and ONGC, NTPC, പവർ ഗ്രിഡ്, ഇത്തരം പ്രധാനപ്പെട്ട കമ്പനികളിലാണ് ഇവർ നിക്ഷേപം നടത്തുക. പക്ഷെ അതിൻ്റെ കൂടെ സം ഏരിയ ഓഫ് ടെലികോം സെക്ടേഴ്സ് കൂടി വരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷേ ടെലികോം സെക്ടറിൽ നിന്നും അവർ പക്ഷേ സ്വീകരിക്കുന്നത് വളരെ ബുൾ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ മാത്രമാവാം. പക്ഷേ ഇവർ ഇതിൽ ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് നിഫ്റ്റി 200 ദേ വിൽ ടേക്ക് ഹൈലി പെർഫോമിംഗ് 30 കമ്പനീസ് ടു ഇൻവെസ്റ്റ്. സോ നിഫ്റ്റി 200 വാല്യൂ 30 ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് യുവർ മണി ആൻഡ് ഇൻവെസ്റ്റ് ഇൻ 200 കമ്പനീസ്. നോ, ദേ വിൽ ടേക്ക് 30 കമ്പനീസ് ഫ്രം 200 ഇൻഡെക്സ്. So this is the basic things about this company. ഇനി എന്താണ് ICICI Prudential നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അക്കോർഡിംഗ് ടു അവർ എക്സ്പീരിയൻസ് വി ഹാവ് ടേക്കൺ മോർ ദാൻ 400% പ്രോഫിറ്റ് ഇൻ സം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോ ഇത്രയും ഹ്യൂജ് പ്രോഫിറ്റ് ഇക്വിറ്റി ഇന്ത്യ റിസർച്ച് ICICI Prudential നിന്നും എടുത്ത ഒരു ട്രാക്ക് റെക്കോർഡ് അവർക്കുള്ളത് കൊണ്ടാണ് ഈ കമ്പനിയെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ വെൻ വി ഗോ ടു ദ ഫണ്ട് ഇൻ ഡീറ്റെയിൽ, ദിസ് ഫണ്ട് ഈസ് അവൈലബിൾ ടു സബ്സ്ക്രൈബ് ഫ്രം 30 സെപ്റ്റംബർ ടിൽ 14 ഒക്ടോബർ. ഇതിൻ്റെ NAV എന്ന് പറയുന്നത് 10 രൂപയാണ്. സോ മൾട്ടിപ്പിൾ ഓഫ് 10 റുപ്പീസ്, മിനിമം 100 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതുപോലെ തന്നെ SIP ഓൾസോ അവൈലബിൾ. വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾസോ യു ക്യാൻ ഡു ഇറ്റ്. എക്സിറ്റ് എൻട്രി ലോഡിൻ്റെ വിഷയത്തെ നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നത്തിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ യു ഡോണ്ട് നീഡ് ഹ്യൂജ് മണി ഇൻ ഹാൻഡ്. നിങ്ങളുടെ കയ്യിൽ 1000 രൂപയാണ് എങ്കിൽ യു ട്രൈ ടു ഇൻവെസ്റ്റ് ഇൻ ദിസ്. കാരണം ഈ മ്യൂച്വൽ ഫണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഗണത്തിലാണ്. സോ ഒരു മിനിമം 5 to 10 years നിങ്ങൾക്ക് കാത്തു നിൽക്കാൻ പറ്റുമെങ്കിൽ ദർ ഈസ് എ ഹ്യൂജ് പ്രോബബിലിറ്റി ദാറ്റ് യു വിൽ ഗെറ്റ് വെരി ഗുഡ് പ്രോഫിറ്റ് ഇൻ ദിസ് മ്യൂച്വൽ ഫണ്ട്. ഇതിൻ്റെ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് ദർ ഈസ് നിഷിത് പട്ടേൽ. ഹി ഈസ് ഹാൻഡ്ലിംഗ് അറൌണ്ട് 2022 mutual funds of ICICI Prudential, and the second person is Priya Sridhar, Miss Priya Sridhar. She also handling around more than 10 mutual funds of ICICI Prudential.
ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇതിൽ പറയാനുള്ളത്. ഇറ്റ്സ് എ വെരി സ്മോൾ വീഡിയോ just to introduce about ICICI Prudential Nifty 200 Value 30 Index Fund. Now the question is, ഇതിൽ നിങ്ങൾ സ്ട്രാറ്റജി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു തരാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഐദർ യു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ യു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ നിക്ഷേപം നടത്തുമ്പോൾ യു നീഡ് ഫണ്ട് heavily in hand, and you need to be with the stock market, and you have to be an active player with market, and you should know when to enter and when to exit. This is the basic things you must have to play with stock market directly. ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ നിക്ഷേപകർക്ക്, നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, we are selecting some good mutual funds and we are guiding you to invest. സോ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ ഒരു ചെറിയ അംശം, ഡോണ്ട് ഇൻവെസ്റ്റ് ഓൾ ഇൻ വൺ മ്യൂച്വൽ ഫണ്ട്. ലിറ്റിൽ യു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ലൈക്ക് ICICI Prudential Nifty 200. You can invest 1,000, 5,000, 10,000, whatever it is. But only condition is you have to wait for another 10 years. Then only you get the maximum benefit. Even if you continue with this mutual fund for some time, no problem, you'll be getting good profit. സോ ഇതിന് എക്സിറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല. നിങ്ങൾക്ക് whenever you have doubt, you can give me a call and we'll think about it. We can discuss about it and I will help you when to exit. In general, you don't need to call me about this mutual fund for another 5 years minimum. ഒരു 5 to 10 years നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാഷ് കയ്യിലുണ്ട് എങ്കിൽ you are ready to go with it, you can invest. Now, how much is the expected profit എന്ന് ചോദിച്ചാൽ, minimum it will perform 17% profit. So more than 17% profit എന്ന് പറയുമ്പോൾ you'll be getting huge profit after 10 years. ഇതിൽ between 20 to 30% നമുക്കിതിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ബട്ട് മിനിമം 17 to 20% you can expect in a year. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു വാല്യൂ ഇൻവെസ്റ്റർ എന്ന നിലക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു നല്ല മ്യൂച്വൽ ഫണ്ടാണ് ICICI Prudential പ്രൊമോട്ട് ചെയ്യുന്ന Nifty 200 Value 30 Index Fund എന്ന് പറയുന്നത്. സോ ഇഫ് യു വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് വിത്ത് ദിസ് NFO, you can buy this NFO between 30th September till 14th October. So hope you get this details for your benefit and growth. Thank you very much and keep invested.